പ്രവർത്തകൻ കൂടിയായ ശ്രീ ഡിജോ കാപ്പൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ഡിജോ കാപ്പൻ, നമ്മൾ ടോൾ നൽകുന്നത് നമുക്ക് സുഗമമായി യാത്ര ചെയ്യാനാണ്, നല്ല റോഡുകൾ ഉറപ്പുവരുത്താനാണ്. പക്ഷേ ഇതിപ്പോൾ ടോൾ നൽകിയിട്ടും ഈ മണിക്കൂറുകളോളം നീളുന്ന ഗതാഗത കുരുക്കൊക്കെ വരുമ്പോൾ കോടതിയുടെ ഈ ഇടപെടൽ അത്യാവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ഇന്നത്തെ കോടതിയുടെ നിർദ്ദേശങ്ങൾ അങ്ങ് എങ്ങനെ കാണുന്നു? അല്ല, നമ്മളെ നാട്ടിലെ എക്സിക്യൂട്ടീവിന്റെ അടുത്തുനിന്ന് നീതി കിട്ടാതെ വരുമ്പോഴാണ് അറ്റകൈക്ക് ആളുകളെ ജുഡീഷ്യറിയെ സമീപിക്കുന്നത്. ഇക്കാര്യത്തിൽ ജില്ലാ കളക്ടർ വരെ ഇവർക്ക് ഡയറക്ഷൻ കൊടുത്തിരുന്നു. സർവീസ് റോഡുകള് അതുപോലെ തന്നെ മെയിൻ റോഡും സുഗമമായി യാത്ര സൗകര്യം ഉണ്ടാക്കണമെന്ന്. അപ്പോൾ അവർക്ക് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വെച്ചായിരിക്കും അവിടെയൊന്നും ആളുകൾ ഇതുപോലെ കോടതിയെ ഒന്നും സമീപിക്കാറില്ല. അപ്പൊ ഇങ്ങനെ കോടതി വിധി വരും എന്നുള്ള ഒരു ധാരണ അവർക്കില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും അവര് നടപടി പൂർത്തിയാക്കാത്തത്. ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളൊക്കെ റോഡ് വാഹനം നല്ല റോഡിൽ ഓടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നല്ല റോഡ് പണിത് തരുന്നിടത്ത് ടോൾ കൊടുക്കുന്നതിനും ആളുകൾക്ക് എതിർപ്പില്ല. പക്ഷേ അതിനകത്ത് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് പണ്ടൊക്കെ 1 വർഷത്തേനായിരുന്നു ടാക്സ് മേടിക്കുന്നത്. ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അത് 3 ആക്കി. ഇപ്പൊ 15 വർഷത്തെ അഡ്വാൻസ് ടാക്സ് മേടിക്കുകയാണ്. അപ്പൊ 15 കൊല്ലത്തേന് റോഡ് നന്നായി കിടക്കും എന്ന ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വാൻസ് ആയിട്ട് ഇത്രയും തുക സർക്കാരിലോട്ട് വാങ്ങി വെക്കുന്നത്. അങ്ങനെ വാങ്ങി വെച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റുകൾ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റുകൾ യഥാപോലെ റോഡ് നന്നാക്കാതെ വരുമ്പോഴാണ് ജനരോഷം ഉണ്ടാകുന്നത്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പെട്രോൾ അടിക്കുമ്പോഴും ഡീസൽ അടിക്കുമ്പോഴും 5 രൂപ മുതൽ 6 രൂപ വരെ റോഡ് സെസ് എന്ന് പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അതുകൂടാതെയാണ് റോഡ് പണിയുന്ന കമ്പനികൾക്ക് ഈ ഇത്ര ഭീമമായ തുക 60 മുതൽ 100, 110 രൂപ വരെയാണ് ഒരു സ്ട്രെച്ചിന് നമ്മൾ കൊടുക്കുന്നത്. അത്രയും പണം കൊടുക്കുമ്പം സ്വാഭാവികമായും അതിനുള്ള ഫെസിലിറ്റി കൊടുക്കാൻ അവർ നിർബന്ധിതരാ. ഇതൊന്നും ഇല്ല. റോഡ് ഇപ്പൊ തന്നെ കോൺട്രാക്ടർ പറയുന്നു അവർക്ക് ഇനിയും കുറച്ചു കാലം കൂടെ വേണം റോഡ് നന്നാക്കാൻ. എന്ന് പറഞ്ഞാൽ റോഡ് നന്നാക്കി പണി പൂർത്തിയായി കഴിഞ്ഞാൽ ടോൾ പിരിക്കാൻ പാടുള്ളൂ എന്ന് അവർ തന്നെ സമ്മതിക്കുവാണല്ലോ. ഇപ്പൊ നമ്മളെ ഒരു പുതിയ ഭവനം പണിയാൻ ഒരു കോൺട്രാക്ടർക്ക് പണിക്ക് കെട്ടിടത്തിന്റെ പണം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കയറി താമസിക്കുന്നത് അവിടുത്തെ ഇലക്ട്രിക് വയറിങ് പ്ലംബിംഗ് ഉൾപ്പെടെ വൈദ്യുതി ഉൾപ്പെടെ അവിടെ പൂർത്തിയായി കഴിയുമ്പോഴേ അവിടെ ആളുകൾ കയറി താമസിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു റോഡ് ഗതാഗത യോഗ്യമായി പൂർണ്ണമായി ആക്കി കഴിയുമ്പോഴേ ആ റോഡിൽ നിന്ന് ടോൾ പിരിക്കാൻ ഈ കമ്പനിക്ക് അവകാശമുള്ളൂ. അപ്പൊ അവരുടെ ഇപ്പോഴത്തെ ഉറപ്പ് അല്ലെങ്കിൽ കോടതിയിൽ ആവശ്യപ്പെട്ടത് തന്നെ റോഡ് പണി പൂർത്തിയായിട്ടില്ലെന്നുള്ളതാ. അപ്പം അതുകൊണ്ട് ഈ കമ്പനിക്ക് ഈ റോഡിൽ നിന്ന് ഇതുവരെ എത്ര കോടി രൂപ ടോൾ ഇനത്തിൽ പിരിവ് കിട്ടി? കണക്ക് പരിശോധിക്കുന്നതും കൗതുകരമായിരിക്കും തോന്നുന്നു. കാരണം ഇത് എത്രയോ കാലമായി ഇതിങ്ങനെ പിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്രയോ കാലമായി ഇതേ രീതിയിൽ നമ്മൾ അവിടെ കുടുങ്ങാനും തുടങ്ങിയിട്ട് അതിൽ മാത്രം ഒരു മാറ്റവുമില്ല. അതെ, മട്ടാഞ്ചേരി പാലത്തിൽ ഒരിക്കൽ കോടതി ഇടപെട്ട് കഴിഞ്ഞപ്പോഴാണ് 3 മടങ്ങാണ് അവിടെ പണം പിരിച്ചത്. 3 മടങ്ങ്. ഞാൻ പറഞ്ഞത് പണം മുടക്കുന്നവർക്ക് അതിന്റെ പലിശയും ലാഭവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഇല്ലാതെ ആരും വന്ന് കോൺട്രാക്ടർ എടുക്കുകയില്ല. ഒക്കെ കൊടുത്തോട്ടെ, ഒരു ന്യായമായ ലാഭവും ആ കമ്പനിക്ക് കൊടുത്തോട്ടെ. പക്ഷേ എന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അതിലെ കടന്നു പോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ടോൾ പിരിക്കാനായിട്ട് ഉള്ള ഒരു നടപടി ഉണ്ടാവരുത്. അതുകൊണ്ട് ഇതൊരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ ഓർമ്മിപ്പിക്കാനുള്ള ഒരു പാലന ആവശ്യപ്പെടുന്നു. ദേശീയപാത അതോറിറ്റി ആയതുകൊണ്ട് ഇതിന്റെ ഒരു അവസാന വാക്ക് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ പറയേണ്ടത്. ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണൻ കൂടി നമ്മളോടൊപ്പമുണ്ട്. ശ്രീ ഉപേന്ദ്രനാരായണൻ, ജൂണിൽ ഈ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ കോടതി വാർണിംഗ് നൽകിയതാണ്. റോഡ് ശരിയാക്കാതെയുള്ള ഈ ടോൾ പിരിവ് നടക്കില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. ഇന്നെത്തുമ്പോഴും പ്രത്യേകിച്ച് യാതൊരു മാറ്റവും അവിടെ ആ റോഡിൽ ഉണ്ടായിട്ടില്ല. ബ്ലോക്കിന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷേ പൈസ യഥാവിധി പിരിക്കുന്നതുമുണ്ട്. കോടതിയുടെ ഇന്നത്തെ ഇടപെടൽ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? വളരെയേറെ സന്തോഷവാനാണ്. വിധിയെ സ്വാഗതം ചെയ്യുന്നു. കാര്യം ലക്ഷക്കണക്കിന് യാത്രക്കാർക്കൊരു ചെറിയ ഒരു ആശ്വാസമാണ് ടോൾ പിരിവില്ലാതെ യാത്ര ചെയ്യാം എന്നുള്ളത്. പക്ഷെ ഗതാഗത കുരുക്ക് മാറുന്നില്ലല്ലോ. എനിക്ക് പറയാനുള്ളത്, ഒറിജിനൽ എഗ്രിമെന്റും പ്രകാരം 2011 പണി തീർക്കേണ്ട ഈ റോഡ് 2025 യാതൊരുവിധ പണിക്കും ഒരു പ്രോഗ്രസും ഇല്ലാതെ, സർവീസ് റോഡുകളില്ലാതെ, അണ്ടർപാസസ് ഇല്ലാതെ, ടോട്ടലി അതിനകത്ത് എഗ്രിമെന്റ് വ്യവസ്ഥകളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരു പാതയാണിത്. ഇപ്പൊ ഡിജോ കാപ്പൻ പറഞ്ഞെടുത്തുനിന്ന് ഞാൻ തുടങ്ങാം.
ഇപ്പൊ മട്ടാഞ്ചേരി പാലം 100% പണി പൂർത്തീകരിച്ചിട്ടാണ് അവര് ടോൾ പിരിച്ചതും. പക്ഷെ ടോളിന്റെ കാലാവധി പല പ്രാവശ്യം മാറ്റി മാറ്റി വെച്ചു, ആരും തന്നെ അന്വേഷിച്ചില്ല. പക്ഷെ ഇത് പണി 60% മാത്രം പൂർത്തീകരിച്ചിട്ട് പിരിവ് തുടങ്ങുകയും അന്നത്തെ വ്യവസ്ഥ, അതായത് 6 മാസം കൊണ്ട് എല്ലാ വർക്കും തീർക്കാവുന്ന ഒരു എഗ്രിമെന്റ് സ്റ്റേറ്റ് സപ്പോർട്ട് എഗ്രിമെന്റ് ആയിട്ട് വെക്കുകയും അത് പൂർത്തീകരിക്കാതെ 6 മാസം കഴിഞ്ഞു 15 കൊല്ലമായിട്ടും അത് പൂർത്തീകരിക്കാതെ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊള്ളപ്പാതയും ജനങ്ങളുടെ വിലയേറിയ സമയം പൊതുനിരത്തിൽ ചെലവാക്കേണ്ട ഒരു ഗതികേട്ടിലാണ് കേരളത്തിലെ മുഴുവൻ യാത്രക്കാരും. ഏകദേശം 85,000 പാസഞ്ചർ കാർ യൂണിറ്റ് ആണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത്. ഈ കമ്പനിക്ക് GIPL എന്നുള്ള ടോൾ കമ്പനിക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ വേണ്ടി ദേശീയപാത അതോറിറ്റി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട കോടതി മാത്രമാണ് ജനങ്ങൾക്ക് ഇപ്പോൾ സപ്പോർട്ടായിട്ട് വന്നേക്കുന്നത്. അവിടെയും കാര്യമായ പണി നടക്കുന്നില്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു ജൂൺ മാസത്തിൽ തന്നെ പണി പൂർത്തീകരിക്കണം. ആകെ നടക്കുന്ന 3-4 പണിക്കാർ അവിടെ ഇരിപ്പുണ്ട്. ഒരു JCB അല്ലെങ്കിൽ ഒരു ഷവലോ ഉണ്ടാവും. അല്ലാതെ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ കാര്യം ഗൗരവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യാത്രക്കാരെല്ലാം അത്യാവശ്യക്കാരാണ്. ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നവരായാലും കാർ ഓടിച്ചു പോകുന്നവരായാലും ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ അത്യാവശ്യപ്പെട്ടു പോകുന്നവർക്ക് ആർക്കും തന്നെ എയർപോർട്ടിൽ പോലും പോകാത്ത അവസ്ഥയിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെടൽ വളരെ സന്തോഷമുണ്ടാക്കുന്നുണ്ട്. എന്റെ ഒരു അപേക്ഷ, ഇത് സ്ഥിരമായിട്ട് പണി പൂർത്തീകരിച്ചിട്ട് മാത്രം ഇനി ടോൾ പിരിച്ചാൽ മതി എന്നുള്ള സ്ഥിരമായിട്ടൊരു ഓർഡർ ഗവൺമെന്റിനോടും ദേശീയപാത അതോറിറ്റിക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുക്കണം എന്നാണ് എന്റെ ഒരു അപേക്ഷ. ഏതാണ്ട് 13 വർഷമായി ഈ പിരിവ് തുടങ്ങിയിട്ട്. അതിൻ്റെ ഇടയിൽ ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 1521 കോടിയോ മറ്റോ പിരിച്ചെടുത്തു എന്നാണ് നേരത്തെ വന്നൊരു കണക്കൊക്കെ. പിഴയായിട്ട് എത്രയോ രൂപ ചുമത്തിയിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും ഇങ്ങനെ കുലുക്കമില്ലാതെ ഒരു സിസ്റ്റം നടന്നു പോവുക എന്ന് പറയുന്നത്, അതിൽ ആർക്കൊക്കെ വീഴ്ചയുണ്ടോ അവരൊക്കെയും കോടതിക്ക് മുമ്പിൽ അടക്കം വരട്ടെ. ഇപ്പോൾ കളക്ടർ ഇത് നേരത്തെ പിരിവ് നിർത്താൻ ഉത്തരവിട്ടു. അതൊക്കെ നമ്മൾ കണ്ടതാണ്, അവിടെ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ കണ്ടതാണ്. പക്ഷെ എന്നിട്ടും ഒരു കുലുക്കമില്ലാതെ ഒരു കമ്പനി അങ്ങനെ തുടരുക എന്ന് പറയുന്നത് അത് ഈ ജനാധിപത്യത്തിൽ തന്നെ കുറച്ച് മോശം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? വളരെ ശരിയാണ് അങ്ങ് പറയുന്നത്. ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുന്നുണ്ട്. കാര്യം ഈ പറയുന്ന കള്ളപ്പേരുകളാണ്. ഗുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കള്ള കമ്പനിയാണ്. സത്യത്തിൽ ആ പേര് കള്ളമാണ്. ഇത് ഒറിജിനൽ കമ്പനിയുടെ പേര് കൃഷ്ണമോഹൻ കമ്പനി, KMC കമ്പനി എന്ന് പറഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിലുള്ള ഒരു കമ്പനിയാണ്. അവര് മിക്ക സ്റ്റേറ്റിലും അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തേക്കുന്നതാണ്. കാര്യം അവരുടെ പണി ഒറിജിനൽ എഗ്രിമെന്റ് പ്രകാരം അല്ല. അത് വയലേഷൻ ഓഫ് ഡിസൈൻ ഉണ്ട്. DPR ഉണ്ടാക്കുന്നിടത്തൊക്കെ കാര്യമായ തെറ്റുണ്ട്. പിന്നെ ഇപ്പൊ നമ്മള് ഈ ഒരു റോഡ് തന്നെ മണ്ണുത്തി ഇടപ്പള്ളി റോഡ് എന്ന് പറയുന്ന 65 കിലോമീറ്റർ ലെങ്തില് 30 കിലോമീറ്റർ മാത്രമാണ് അവര് പുതുതായിട്ട് ഉണ്ടാക്കിയത്, കൺസ്ട്രക്ട് ചെയ്തത്. ബാക്കി 35 കിലോമീറ്റർ അവര് മെയിൻ്റനൻസ് സ്ട്രക്ചർ ആയിട്ട് അങ്കമാലി മുതൽ ഇടപ്പള്ളി ജംഗ്ഷൻ വരെ ഉള്ളത് മെയിൻ്റനൻസ് സ്ട്രക്ചർ ആയിട്ട് അവർക്ക് പോസിറ്റീവ് ഗ്രാന്റ് കിട്ടിയതാ. അതായത് നമ്മൾ അതിലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന 65 കിലോമീറ്ററിനുള്ള ടോളാണ്.